ഇനി ഏറെ വിവാദമായ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ച ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. അമേരിക്കൻ താരം ഫോളറിൻ ബലോഗന് പ്രീ ക്വാർട്ടറിൽ കളിക്കാം. റെഡ് കാർഡ് നൽകിയ തീരുമാനം റദ്ദാക്കിയ ഫിഫയുടെ നടപടിക്കെതിരായ ബെൽജിയത്തിന്റെ അപ്പീൽ തള്ളി. സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കണമെന്ന് ഫിഫയോട് ആവശ്യപ്പെട്ടിരുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. ബോസ്നിയക്കെതിരായ മത്സരത്തിൽ 64-ാം മിനിറ്റിൽ താരിഖ് മുഹ്റമോവിച്ചിനെ ചവിട്ടി വീഴ്ത്തിയതിനാണ് ഫോളറിൻ ബലോഗന് ചുവപ്പ് കാർഡ് ലഭിച്ചത്. ടൂർണമെന്റിൽ 3 ഗോളുമായി അമേരിക്കയുടെ ടോപ്പ് സ്കോറാണ് താരം. ചുവപ്പ് കാർഡ് ലഭിച്ചതോടെ പ്രീ ക്വാർട്ടർ ബലോഗന് നഷ്ടമാകുമെന്ന് ഉറപ്പായി. ഇതിനിടയിലാണ് ട്വിസ്റ്റ്. ഫിഫ അച്ചടക്ക സമിതിയുടെ 27-ാം വകുപ്പ് പ്രകാരം ശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കാൻ ഫിഫ തീരുമാനിച്ചു. 1 വർഷം ബലോഗൻ നിരീക്ഷണത്തിലായിരിക്കുമെന്നും ചുവപ്പ് കാർഡ് തുടരുമെന്നും ഫിഫ വ്യക്തമാക്കി. ഈ സമയത്ത് സമാനമായ അച്ചടക്ക ലംഘനം നടത്തിയാൽ കർശന നടപടിയുണ്ടാകും. യോഗ്യതാ മത്സരത്തിൽ ചുവപ്പ് കാർഡ് ലഭിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോയെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ കളിക്കാൻ അനുവദിച്ചതും ഇതേ നിയമം വഴിയാണ്. സസ്പെൻഷൻ നടപടി പുനഃപരിശോധിക്കണമെന്ന് ഫിഫയോട് ആവശ്യപ്പെട്ടിരുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. ബലോഗന്റേത് ഫൗളായി തോന്നിയിട്ടില്ലെന്നും ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോട് ഇക്കാര്യം നേരിട്ട് സംസാരിച്ചെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഫിഫയുടെ തീരുമാനത്തിനെതിരെ ബെൽജിയം ഫുട്ബോൾ അസോസിയേഷൻ രംഗത്തെത്തി. നോബൽ സമ്മാനം ലഭിക്കാത്ത ട്രംപിന് ഫിഫ സമാധാന പുരസ്കാരം നൽകിയത് നേരത്തെ ചർച്ചയായിരുന്നു. ലോകകപ്പിൽ ട്രംപ് നടത്തുന്ന ഇടപെടലിനോട് ഫിഫ കണ്ണടയ്ക്കുകയാണെന്നാണ് ഉയരുന്ന വിമർശനം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.